നമ്മുടെ ഓരോ പ്രവർത്തികളിലും ആ ഒരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം പുറകെ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. വളരെ 800 കോടി മനുഷ്യരിൽ നമ്മൾ വളരെ ചെറിയൊരു ഒരു 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 ഗ്രൂപ്പാണ് നമ്മളല്ലേ? വളരെ ചെറിയൊരു ഗ്രൂപ്പാണ് നമ്മൾ. പക്ഷെ ഈ ഈ 7-8 മാസം അല്ലെങ്കിൽ 9 മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറയുന്നത് ചെറുതല്ല. ഒരിക്കലും ചെറുതല്ല. അതൊരു വലിയൊരു കാൽവെപ്പാണ്. നമ്മൾ ശരിയാണ്, നമ്മൾ വളരെ കുറച്ചുള്ളൂ. നമ്മൾ വളരെ കുറച്ച് പേരേ ഉള്ളൂ. വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് കേട്ടാൽ മനസ്സിലാകുന്നവരും ഇതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവരും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇത് മനസ്സിലാക്കാൻ പ്രായമായവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലാക്കാൻ ബോധമുള്ളവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളുടെ അടുത്ത് പോയി എത്രയോ തവണ നമ്മളത് പറഞ്ഞു. പറ്റില്ല. ഇത് സ്വയം ബോധ്യപ്പെടേണ്ടതാണ്. ഇത് ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കേണ്ടതല്ല. ഇത് കേൾക്കുമ്പോൾ ഓക്കെ കണക്ട്, ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് അയാൾക്ക് സ്വയം ബോധ്യപ്പെടണം. ഇത് പഠിപ്പിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു സംഭവം അല്ല. അത് ഓരോരുത്തർക്കും സ്വയം ഏതെങ്കിലും ഇപ്പൊ എന്റെ ഇത് കേട്ടോണ്ടെന്ന് മാത്രമൊന്നുമല്ല, വേറെ ഉണ്ടാവും. ഈ ഗ്രൂപ്പ് ചെയ്യാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ഈ വർഷത്തിൽ 2026 കാണാൻ പറ്റും. ഈ ചെറിയൊരു വിഭാഗം ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കാതെ ആണ് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. ഈ ലോകത്തുള്ള സകലതിനെയും നിങ്ങൾക്ക് ആകർഷിക്കേണ്ടി വരില്ല. കാരണം ആ സകലതിന്റെയും സ്വന്തമായ ഉടമസ്ഥൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 800 കോടിയും മനസ്സിലാക്കും. 800 കോടി മനുഷ്യരുണ്ടെങ്കിൽ 800 കോടിയും മനസ്സിലാക്കും. ഇനിയിപ്പോ അത് 1000 കോടി ആയാലും ഈ 1000 കോടിയും മനസ്സിലാക്കുന്ന ഒരു സുദിനം വരും. അവരവരുടെ അത് കംപ്ലീറ്റ് ചെയ്യണം. ഒരു വഴി ദൂരം നടക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ വഴി ദൂരം നടന്നെത്തുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. അത് അവർക്ക് സ്വയം ഓപ്പൺ ആവേണ്ടതാണ്. അതാണ് മിസ്റ്റീരിയസ്. മനുഷ്യ ജീവിതത്തിന്റെ മിസ്റ്റീരിയസ് ആയ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ സമയമാവുമ്പോൾ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ എന്നുള്ളതാണ്. ഇതൊന്നും എല്ലാ രാജാക്കന്മാർക്കൊന്നും അറിയില്ല. അവബോധം അവബോധം എവിടെയാണോ തുറക്കുന്നത് അവിടെ കർമ്മചക്രം നിൽക്കും. സകല ഗ്രന്ഥത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പശ്ചാത്താപം, തൗബ, വേറെ എന്തൊക്കെയോ വാക്കുകളുണ്ടല്ലോ, അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇത് ഇല്ലേ അത് അത് അതിന്റെ യഥാർത്ഥ രഹസ്യമാണത്. യഥാർത്ഥ രഹസ്യമാണത്. നിങ്ങളിപ്പോ ഈ പറഞ്ഞു വച്ചേക്കണൊക്കെ വെച്ചിട്ട് ക്രൗൺ ചക്ര ഇപ്പൊ ഓപ്പൺ ആകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങ് തുറന്നു വരുമൊന്നുമില്ല. അതൊക്കെ ചുമ്മാ നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ തുറക്കും തുറക്കും എന്ന് വിചാരിച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും ഒരു അനുഭൂതി കിട്ടുമായിരിക്കും. അതൊന്നും അല്ല. നീ ആദ്യം തിരിച്ചറിവുണ്ടാക്കുന്നതാണ് ഫസ്റ്റ് പണി. ആദ്യം
ആദ്യം നീ ഇതൊന്നും അല്ല സത്യം, ഈ എഴുതി വച്ചിരിക്കുന്നതും ആ പറഞ്ഞിരിക്കുന്നതും ഒന്നും അല്ല സത്യം, നീയാണ് സത്യം എന്ന് ഉൾക്കൊള്ളുക എന്നതാണ് ഫസ്റ്റ് പണി. നിന്റെ ഉള്ളിലാണ് നിന്റെ രക്ഷിതാവ്, നിന്റെ ദൈവം ഇരിക്കുന്നത്, നിന്റെ ഉള്ളിലുണ്ട് എന്ന ബോധം ഉണ്ടാക്കുക. ആ ബോധത്തോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പണി. അല്ലാതെ എഴുതി വെച്ചേക്കുന്നത് അവിടെ തുറക്കും ഇവിടെ തുറക്കും, അല്ലെങ്കിൽ ഇവിടെ തുറക്കും ഇവിടെ തുറക്കും, തൊണ്ട തുറക്കും താഴേന്ന് പൊങ്ങും എന്നൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ പൊങ്ങുള്ളൂ. ആ പൊങ്ങണേന്റെ അപ്പുറത്തേട്ട് പോകാൻ പറ്റൂല. അതെല്ലാം ഒരു മാട്രിക്സ് ആണ്, ഒരു 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 ഫ്രെയിമാണ്. ആ ഫ്രെയിം വിട്ട് അപ്പുറം പോണെന്നുണ്ടെങ്കിൽ നീ തന്നെയാണ് സത്യം, നിന്റെ ഉള്ളിലാണ് സത്യം. എവിടെയും പോയി അന്വേഷിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി ചെയ്തോ കണ്ടുപിടിക്കേണ്ടതല്ല എന്ന ആദ്യത്തെ ഫസ്റ്റ് ഇതുണ്ടാക്കുകയാണ്.